ബങ്കിം ചന്ദ്ര ചാറ്റർജി. അദ്ദേഹമാണ് വന്ദേ മാതരത്തിന്റെ രചയിതാവ്. ആനന്ദമഠം എന്ന നോവലിന്റെ ഭാഗമായിട്ടാണ് ഈ ഗാനം ഉണ്ടായത്. നോവൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പേ ഈ ഗാനം പ്രചാരത്തിലായിരുന്നു. പക്ഷേ ഇതിന് 150 വർഷം തികഞ്ഞു എന്നുള്ളതിന് അതിന് ഉപോത്ബലകമായ തെളിവുകളൊന്നുമില്ല. ചരിത്രപരമായ യാതൊരു തെളിവുകളുമില്ല. പക്ഷെ BJP അങ്ങ് തീരുമാനിച്ചു, BJP സർക്കാർ അങ്ങ് തീരുമാനിച്ചു 150 വർഷം ആയിരിക്കുന്നു. 1872-നും 1875-നും ഇടയ്ക്കാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഈ ഗാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഗാനം എഴുതുന്നതിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവനയിൽ അതിന്റെ വിഷയം വന്നത് എന്നാണ് ചരിത്രകാരന്മാര്, ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ടുള്ള ചരിത്രകാരന്മാരൊക്കെ പറയുന്നത്. ആനന്ദമഠം പ്രസിദ്ധീകരിച്ചത് 1881-ലാണ്. പക്ഷെ അതിനുമുമ്പ് ഈ ഗാനം പ്രചാരത്തിലായിരുന്നു എന്ന് പറഞ്ഞു. ഇതേത് വർഷം എഴുതി എന്നാണ് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞല്ലോ, കൃത്യമായ യാതൊരു വിവരങ്ങളുമില്ല. പക്ഷേ BJPയുടെ സർക്കാർ തീരുമാനിച്ചത് 1875 നവംബർ 7 അക്ഷയ നവമി ദിവസത്തിലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഈ ഗാനം രചിച്ചത് എന്നാണ്. അവർ വളരെ ബോധപൂർവം, മനഃപൂർവ്വം അല്ലെങ്കിൽ ബുദ്ധിപൂർവം ഈ ഗാനത്തിന്റെ രചനയ്ക്ക് ഒരു മതപരമായ ബന്ധം കൂടി ഈ തീയതി നിശ്ചയിച്ചതിലൂടെ, അക്ഷയ നവമി എന്ന പ്രത്യേക ആഘോഷ അവസരവുമായി ഇതിനെ ബന്ധിപ്പിച്ചതിലൂടെ ഉണ്ടാക്കിയെടുത്തു.